guys, welcome back to my YouTube channel. എല്ലാവർക്കും റമദാൻ മുബാറക്. റമദാനായിട്ടുള്ള ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കുറച്ച് പണികളൊക്കെ കഴിച്ചേക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് പത്തിരിയും ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ കുക്കറിലിട്ട് വിസിലടിക്കുകയാണ് ചെയ്യുന്നത്. അധികം നേരം നമുക്ക് കിച്ചണിൽ നിൽക്കാൻ പറ്റില്ല, ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പം ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇത് വേഗം കുക്കറിലിട്ടിട്ട് വിസിലടിക്കും. അപ്പോൾ ഇത് വേഗം മൈൻഡ് കിട്ടും കേട്ടോ. പിന്നീട് അതിലേക്ക് മസാലകളൊക്കെ ചേർത്തിട്ട് ചിക്കൻ ഇട്ടിട്ട് അങ്ങനെ ആക്കിയെടുക്കാറാണ് ഇപ്പോൾ പതിവ്. അപ്പം നമുക്കിത് വേഗം തന്നെ ഇതായി കിട്ടും. മസാലകളൊക്കെ ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ ഇട്ടാൽ അത് വേഗം തന്നെ ആവും കേട്ടോ. 2-3 വിസിലിൻ്റെ ഉള്ളിൽ ചിക്കൻ കറി പെട്ടെന്നായി കിട്ടും. രാവിലെ തന്നെ കുറേ പണികൾ ഒതുക്കി കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോഴത്തേനും നമുക്ക് അത്ര റിസ്ക് ചെയ്യാണ്ട് വേഗം പണികൾ തീർക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഞാൻ നോമ്പറക്കുന്ന ടൈമിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ ഞാനിത് മാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മാങ്ങയും ഇഞ്ചും ഏലക്കായും പഞ്ചസാരയും കൂടിയിട്ട് അടിച്ച് വെച്ചിരിക്കുക. ഇത് ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈമിൽ കുറച്ച് വെള്ളത്തിലേക്ക് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതാവും കേട്ടോ. പിന്നെ ഞാനിത് ഉണ്ടാക്കുന്നത് ഓട്സാണ് കേട്ടോ. ഓവറിനായിട്ട് ഓട്സ് പോലെ ഉണ്ടാക്കി വെക്കുകയാണ്. ഇതെനിക്ക് രാത്രി കിടക്കുന്ന ടൈമിലേക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്ത് ഞാൻ എൻ്റെ ഐഡിയക്ക് തന്നെ ചെയ്തിട്ടുള്ള എന്താ പറയുക, ഒരു ബോണ്ടാന്നാ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അതിൻ്റെ ഒരു മസാല ഉണ്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ഞാൻ എണ്ണയിൽ മുക്കി പൊരിക്കാണ്ട് എയർ ഫ്രൈയിൽ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എൻ്റെ ഐഡിയക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. പക്ഷെ കഴിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ എണ്ണയിൽ മുക്കി പൊരിക്കാനായിട്ട് അത്ര ടേസ്റ്റ് ഇല്ല എയർ ഫ്രൈയിൽ വെക്കുമ്പോൾ, എന്നാലും നല്ല രസമുള്ള ഒരു റെസിപ്പി ആയിരുന്നു കേട്ടോ അത്. ഇപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മൈദ ഞാൻ ആദ്യമേ പാകാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിതിൽ കാണിക്കുന്നില്ല. ഇത് ഞാൻ ആഡ് ചെയ്തത് വേവിച്ചിട്ട് ക്രഷ് ചെയ്ത് വെച്ച ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതൊക്കെ ആക്കി ഫില്ല് ചെയ്തിട്ട് ഇതാ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മേലൊക്കെ ഞാൻ ഓയിൽ ഒന്ന് തടവി കൊടുക്കുകയാണ്. ഇനി ഇത് ഫ്രൈയിൽ വെച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഐറ്റം ആയി കിട്ടുമല്ലോ. അപ്പോൾ ഇതാ രാവിലത്തെ പണികളൊക്കെ ഏകദേശം ഒതുക്കിയത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പത്തിരി ചൂടാണ്. പത്തിരി ചൂടാൻ എനിക്ക് വലിയ വശമൊന്നുമില്ല, എന്നാലും ഞാൻ ആക്കിയെടുക്കും കേട്ടോ. അപ്പോൾ അത് ആ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പിൻ്റെ ദോശയുണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മാവിൽ കുറച്ച് ഉള്ളി അരിഞ്ഞിട്ടിട്ട് ഞാനത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ കുമിളകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് തിരിച്ചിട്ടിട്ട് വേവിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് 2-3 ദോശ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം മാങ്ങ കൊടുക്കാനുള്ള ടൈമായി. അപ്പോൾ എല്ലാ സാധനങ്ങളും ടേബിളിൻ്റെ മേലെ എത്തിച്ചിട്ട് മാങ്ങ കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.